ഒന്ന് പുറത്തു പോയാലോ? എങ്ങോട്ടാ ഏട്ടാ? ഗസ്. കുന്നംകുളം? അല്ല. എന്നാ നരിമഴയായിരിക്കും? അല്ല. എന്നാ പറയേട്ടാ എങ്ങോട്ടാ പ്ലീസ്? നമുക്ക് കൊരട്ടിക്ക് പോയാലോ? എന്താ എന്റെ ഭാര്യയുടെ അഭിപ്രായം? വീട്ടിലേക്കോ? എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നേ? ഞാൻ കൊരട്ടിയെ കുറിച്ചൊരു അന്വേഷണം നടത്തി. ഞാൻ കല്യാണം കഴിച്ച സ്ഥലം എന്തായാലും കൊള്ളാം. അത് പിന്നെ ഞാൻ ജനിച്ചൊരു പ്രത്യേകത ആ സ്ഥലത്തിന് ഉണ്ടാവാതിരിക്കോ? അതെ, അതൊക്കെ പോട്ടെ. എന്താ ഏട്ടനെ കണ്ടുപിടുത്തം കേക്കട്ടെ? പണ്ട് കാലത്ത് കൊരട്ടി ഒരു ബുദ്ധ സാംസ്കാരിക കേന്ദ്രമായിരുന്നു. താമസിച്ചിരുന്ന ചേര രാജാക്കന്മാര് ബുദ്ധമതം സ്വീകരിച്ചിട്ട് അവിടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. ചേര രാജാക്കന്മാർ കുറവർ അല്ലെങ്കിൽ പുലയർ വിഭാഗത്തിൽ പെട്ടവരായിരുന്നു. ഈ ചേര രാജാക്കന്മാരുടെ രാജ്ഞിയെ കുറത്തി അല്ലെങ്കിൽ കുരത്തി എന്ന് വിളിച്ചിരുന്നു. കുരത്തി ഇംഗ്ലീഷ് ലിപിയാകുമ്പോൾ കുരട്ടി എന്നും അത് ലോപിച്ച് കൊരട്ടിയായി മാറി എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ ഉണ്ടോ കൊരട്ടിയെ പറ്റി? കാര്യം ജനിച്ചു വളർന്ന നാടാണെങ്കിലും ഞാൻ കൊരട്ടിയെ പറ്റി ഇത്രയൊന്നും ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. നമ്മുടെ എല്ലാം കുഴപ്പം അറിവ് തേടിയിട്ട് ഒരുപാട് അലയും. പക്ഷെ നമുക്ക് വേണ്ട ചെറിയ വിവരം നമ്മൾ എവിടെയോ മറന്നിരിക്കും. അത് ഈ വലിയ ലോകത്ത് നമ്മൾ ഓടി നടക്കുന്നതിന്റെ ഇഷ്യമാണ്. നമുക്ക് തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചിന്തിച്ചു നോക്കാം. അപ്പൊ ഈ ഭൂമിയിലെ ജീവിതം എന്തുകൊണ്ടും സുന്ദരമായിരിക്കും. ഒരു പനിനീർപ്പൂ പോലെ. അല്ല, സമയം പോയില്ലോ, ഒരാൾക്ക് വീട്ടിലേക്ക് പോണ്ടേ? അയ്യോ, സമയം പോയത് ഞാനും അറിഞ്ഞില്ല. ഞാൻ ഓളത്തിൽ അങ്ങോട്ട് ഇരുന്നു പോയി. വരൂ, നമുക്ക് ഇറങ്ങാം. നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. 5 മിനിറ്റിൽ റെഡി ആയില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവേ.